കൊള്ളത്തില്ലേ? കൊള്ളത്തില്ലേ? എന്തോ ഈടെ എടുക്കാണ് പറ. പിന്നെ അടിപൊളി, കള്ളം പറ. സൂപ്പർ, സത്യം സത്യം കൊള്ളാം. എന്തുവാ പേരെന്തു? അതിന് പേരൊന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ വേറൊരു സാധനം ഉണ്ടാക്കാൻ നോക്കിയിട്ട് ഇത് വേറൊരു സാധനമായി പോയി. അത് ശരി. ഞാൻ മറ്റേ ഒരു മൊട്ടത്തലയും മാമനുണ്ട് യൂട്യൂബിൽ, ഒരാള്, ഒരു സാറ്, അങ്ങനെ ഒരാളുണ്ട്. അയാളെ നോക്കി ഞാൻ എല്ലാം ചെയ്യുന്നത്. പുള്ളിക്കാരൻ റോസ്റ്റോ അതൊന്നും പറഞ്ഞൂടാ. എന്താണ്ടൊന്ന് പറഞ്ഞു മാൽക്കീസ്റ്റോ. അപ്പോൾ അത് നോക്കി ചെയ്താ പുള്ളി റോസ്റ്റോ ഉണ്ടാക്കി. പക്ഷെ ഞാൻ ഉണ്ടാക്കി പറഞ്ഞു. പക്ഷെ കൊള്ളാത് സംഭവം. കലക്കി കിടുക്കി തിമിർത്ത്. ചിക്കൻ ആയാലും ശരി, പോർക്ക് ആയാലും ശരി. ഇതെങ്ങനെ ഉണ്ടാക്കിയെന്നോ കേക്കട്ടെ. റോസ്റ്റ് ഉണ്ടാക്കുന്ന കണക്ക് തന്നെ ഉണ്ടാക്കിയത്. എങ്ങനെയാന്ന് പറ, തുടക്കം പോലെ പറ. ആദ്യം എണ്ണ ഒഴിക്കണം, വെളിച്ചെണ്ണ, എന്നിട്ട് അതിനകത്ത് ഞാനങ്ങ് ഒഴിച്ചു. എന്നിട്ട് പച്ചമുളകും അല്ല ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടണം. ഇഞ്ചിയെക്കാട്ടി കൂടുതൽ വെളുത്തുള്ളി എടുത്തത്, കാരണം ഇഞ്ചി തീർന്നു പോയായിരുന്നു. അതുകൊണ്ട് ഇഞ്ചി ഇച്ചിരിയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഓർമ്മയില്ല, ഇഞ്ചി ഇച്ചിരിയും. അതുകൊണ്ട് ഇത് നന്നായിട്ട് ഇട്ടാലേ ഇഞ്ചി വെളുത്തുള്ളിയുടെ ഒപ്പം നിന്നേനെ. വെളുത്തുള്ളി കൂടുതലും എടുത്തത്, വെളുത്തുള്ളി വലിയ വെളുത്തുള്ളി, അതുകൊണ്ട് നല്ല ടേസ്റ്റ് കിട്ടും. ചെറിയ വെളുത്തുള്ളിക്ക് അത്രയും ടേസ്റ്റ് കിട്ടും. പച്ചമുളക് ഇത് മൂന്നും കൂടി ഇട്ട് വെളിച്ചെണ്ണയിലിട്ട് നന്നായിട്ട് മൂപ്പിക്കണം. ഒരുപാട് മൂത്ത് പോരുത്. ഇത് ഇച്ചിരി ഒന്ന് മൂത്ത് വരുമ്പോഴത്തേന് സവാള ഇടണം. സവാള ഇട്ടിട്ട് ഉപ്പ് അതിനകത്ത് തന്നെ ഇടണം. സവാളയിൽ ഉപ്പിട്ടില്ലെങ്കിൽ സവാള മൂക്കാനും സമയമെടുക്കും, ഗ്രേവിക്ക് ഉപ്പ് കാണത്തില്ല. അതിനകത്ത് തന്നെ എനിക്ക് കൂടുതൽ ഉപ്പിട്ട്, ഞാൻ ഇടുന്നതിനൊന്നും ഉപ്പില്ലാത്തതുകൊണ്ട് കൂടുതൽ ഉപ്പിട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കി അത് ഗോൾഡൻ കളറാവണം. സത്യം പറഞ്ഞാൽ ഇതിനും ഗോൾഡൻ കളറായിട്ട്, നല്ല ഗോൾഡൻ കളറായി പരപരേന്നാവണമായിരുന്നു. പക്ഷെ ഞാൻ അതിന് നിൽക്കുന്നതിന് മുമ്പ് ഇതിനകത്ത് മസാല ഇട്ട്, എന്നുവെച്ചാൽ വെള്ളമൊന്നും ഇല്ലാതെ വറ്റിയിരിക്കണം സവാള. എന്നിട്ട് അതിനകത്തോട്ട് ആ വറ്റി വരുന്ന സവാളക്കകത്തോട്ട് മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി കുറച്ച്, പിന്നെ ആ പുള്ളിക്കാരൻ അതിനകത്ത് വേറൊന്നും ഇട്ടില്ലായിരുന്നു. ഞാൻ എൻ്റെ കൈ കിട്ടിയ മസാല എല്ലാം എടുത്തിട്ട് എന്നിട്ട് ഇളക്കണം. പച്ചച്ചവ മാറുന്ന വരെ ഇളക്കണം. എന്നിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കണം. ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ അറ്റത്തൊക്കെ ഇങ്ങനെയാണ് ഗ്രേവി പറ്റത്തില്ല, ആ അറ്റത്തൂടി ഇങ്ങനെ ഇത് ഒഴിക്കണം. വെള്ളം ഒഴിച്ച് അടച്ചു വെക്കണം. 2 കറിവേപ്പില ഇട്ട് അടച്ചു വെക്കണം. എന്നിട്ട് അടച്ചു വെച്ചിട്ട് പിന്നെ നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോയി മാറിയിരിക്കാം, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാടി നടക്കാം. ഇടയ്ക്കിടയ്ക്ക് പോയി ഇളക്കി കൊടുത്താൽ മതി. ചിലപ്പോൾ ഇത് ചവിട്ടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. ചവിട്ടി പിടിക്കുമ്പോൾ ആ ചവിട്ടി പിടിച്ചത് ഒരു 5 മിനിറ്റ് ഇടവിട്ടെങ്കിലും നോക്കണം. ചവിട്ടി പിടിച്ചിങ്ങനെ ആ ഇളക്കുന്ന സ്പൂൺ വെച്ച് തന്നെ നന്നായിട്ടൊന്ന് ഇത് ഇളക്കി കൊടുത്താൽ മതി. അല്ലെങ്കിൽ ഇതിനകത്തിട്ട് അങ്ങ് ഇളക്കിയാൽ മതി, ശരിയായിപ്പോൾ. അങ്ങനെ വേവിച്ച് ഒരുപാട് പറ്റണം. പറ്റി വരുമ്പോൾ കറി ശരിയായി. ഇത്രേ ഉള്ളൂ. ട്രൈ ചെയ്യും. ചിക്കൻ കറി പിന്നെ കൂടുതൽ റെസിപ്പിയുമായി അമ്മ വീണ്ടും വരുന്നതാണ്. ചുമ്മാ എന്നെ അടുക്കളയിട്ട് കഷ്ടപ്പെട്ടിരിക്കാനും.